അഡ്വക്കേറ്റ് സുരേഷ്, ഈ പറയുന്ന വിവാദങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ CPM-നെ പ്രതിരോധത്തിൽ നിർത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത് RSS നേതാക്കളുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രിക്ക് പോലും വാർത്താ സമ്മേളനത്തിൽ ആ കാര്യത്തിൽ ഇനി അന്വേഷണം നടത്താം എന്നുള്ളതല്ലാതെ എന്തുകൊണ്ട് ഇത്രയും കാലം അന്വേഷണം നടത്തിയില്ല എന്ന കാര്യത്തിൽ ഒരു മറുപടിയും പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹത്തിനെതിരെ ഉയർന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതാണ്ട് 1.25 മണിക്കൂർ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും നിങ്ങൾക്ക്, അതായത് കഴിഞ്ഞ ദിവസം ആ വിവാദമുണ്ടായ സമയത്ത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായില്ല എന്നാണ്. അത് RSS ഇവിടെ സംസ്ഥാനത്ത് ക്രമസമാധാന പാലന ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ അടക്കം കൂടിക്കാഴ്ച നടത്തുന്നതും ആശയവിനിമയം നടത്തുന്നതും BJP അറിയാതെയാണ്, നിങ്ങൾ ഇരുട്ടിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ, അതോ കൃത്യമായി കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ CPM-ഉം BJP-യും തമ്മിലുള്ള ചാലക ശക്തിയായി നിങ്ങൾ കാലാകാലങ്ങളിൽ ഇത്തരം ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നുണ്ടോ? മാധു, ഇത് ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും വസീഫും തമ്മിലുള്ള ചർച്ച എനിക്ക് തോന്നുന്നു മാതൃഭൂമി നിശ്ചയിച്ച വിഷയത്തിൽ നിന്ന് മാറി RSS വിഷയത്തിലേക്ക് പോയി എന്ന് തോന്നുന്നു. പക്ഷേ ഒരു RSS പ്രവർത്തകൻ എന്ന നിലയിൽ, BJP-യുടെ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കതിൽ സന്തോഷമുണ്ട്. കാരണം ഈ കേരള രാഷ്ട്രീയത്തിൽ RSS-നെ മാറ്റി നിർത്തി CPM-നും കോൺഗ്രസിനും മറ്റൊരു രാഷ്ട്രീയം പറയാനില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് ഈ കേരള രാഷ്ട്രീയം എത്തിക്കൊണ്ടിരിക്കുന്നു. സൂര്യൻ്റെ പ്രകാശം സർവ്വതിലും പതിക്കുന്നത് പോലെ ചിലപ്പോൾ ഇവർക്ക് ഉത്കണ്ഠയായിരിക്കും. ഇവർക്ക് ഉത്കണ്ഠയാകുമ്പോൾ മറ്റുള്ളവർക്ക് ആശ്വാസവും സമാശ്വാസമായിരിക്കും RSS. ആ രീതിയിലേക്ക് RSS കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. എനിക്ക് രണ്ടുപേരോടുമായിട്ട് പറയാനുള്ളത്, ശ്രീ വസീഫെ, BJP-യുടെ വളർച്ച അല്ലെങ്കിൽ RSS-ൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഞങ്ങൾ ത്രിപുരയിലും ബംഗാളിലും കേരളത്തിലും നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ വളരുന്നത്. നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വളരുമ്പോൾ അവിടെ കോൺഗ്രസ് അപ്രസക്തമാവുകയാണ്. അതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം കാണിക്കുന്നത്. അതായത് കോൺഗ്രസ്സിന് കേരളത്തിലും അധികാരമില്ല, കേന്ദ്രത്തിലും അധികാരമില്ല. അതുകൊണ്ട് കോൺഗ്രസ്സിനെ ഞങ്ങൾക്ക് ഇവിടെ തോൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത് CPM-നെയാണ്. ഞങ്ങൾ നേമത്ത് CPM-നെ തോൽപ്പിച്ച് ജയിച്ചു. ഞങ്ങൾ തിരുവനന്തപുരത്ത് CPM-നെ 3-ാം സ്ഥാനത്തേക്കാക്കി. ഞങ്ങൾ തൃശ്ശൂർ ഇടതുപക്ഷത്തെ തോൽപ്പിച്ച് ജയിച്ചു. ഞങ്ങൾ തിരുവനന്തപുരത്ത് 2015 ഞാൻ BJP-യുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിരിക്കുമ്പോൾ 6 കൗൺസിലർമാരിൽ നിന്ന് 35-ലേക്ക് വന്നപ്പോൾ ഞങ്ങൾ 20 സീറ്റ് CPM-ൻ്റേതാണ് പിടിച്ചെടുത്തത്, തോൽപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ വളരുന്നത്, ഏറ്റവും വലിയ ശക്തിയാകുന്നത് CPM-നെ തോൽപ്പിച്ചായിരിക്കും. ആ സമയത്ത് ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചതുപോലെ കേരളത്തിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ കോൺഗ്രസ് അപ്രസക്തമാകും. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ BJP-യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാർ, MP-മാർ ഉൾപ്പെടെ 200-ൽ പരം ആൾക്കാർ BJP-യിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയം ശ്രീ വസീഫെ. ഇത് തന്നെയാണ് നാളെ കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇതുപോലെ ബഹളം വെച്ച് ഈ എയറിൽ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ കഥ പറ. അല്ല ശ്രീ ജ്യോതികുമാർ, അങ്ങ് വസീഫിനെ കുറെ ഗാന്ധിസം പഠിപ്പിച്ചിട്ട് നമ്മളും നിങ്ങൾ 72 രാഷ്ട്രീയം പറഞ്ഞില്ലേ? ഇപ്പൊ GDP-യും എന്റെ സബ്ജക്ട് പൂർത്തിയാക്കിയോട്ടെ. അപ്പോൾ അതുകൊണ്ട് അതാണ് രാഷ്ട്രീയമെന്ന് നിങ്ങൾ രണ്ടുപേരും പഠിക്കുക. ഇവിടെ വസീഫ് ഞാൻ ചോദിച്ച അതിപ്രസക്തമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് ഈ PV അൻവറിൻ്റെ കാൽപാദത്തിൽ തൊട്ട് നമസ്കരിച്ച ഒരു അഭ്യർത്ഥന അയച്ചതിനെ സംബന്ധിച്ച് മിണ്ടാട്ടമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നതിൽ നിന്ന് ഈ കേരളത്തിലെ ഇന്ത്യയിലെയും DYFI-ക്കാർക്കും CPM-കാർക്കും ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യമായിരിക്കുകയാണ്. ഞാൻ ശ്രീ വസീഫിനുൾപ്പെടെ അതിൻ്റെ രണ്ടിൻ്റെയും സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. അദ്ദേഹം കണ്ടിട്ടുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റില്ല. കാരണം സെക്രട്ടേറിയറ്റ് ഇത്രയും അധപ്പതിച്ചു പോയതിലുള്ള വിഷമം അദ്ദേഹത്തിന്റെ മനസ്സിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകർക്കും കാണാൻ സാധിക്കും. ഇവിടെ ശ്രീ ജ്യോതികുമാർ അങ്ങേക്ക് അയച്ചു. വ്യക്തികളല്ലേ ശ്രീ ജ്യോതികുമാർ? നിങ്ങൾ ഇപ്പൊ ഓണത്തിന് നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കളിച്ചു ചിരിച്ചില്ലേ? അതിനൊന്നും അങ്ങനെ കാണാതെ ആ രീതിയിൽ കാണേണ്ടത് കാണേണ്ട രീതിയിൽ കാണും. ശ്രീ വസീഫെ, ഞാൻ പൂർത്തിയാക്കാം. ശ്രീ വസീഫെ, PV അൻവർക്കെതിരെ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അക്ഷരാർത്ഥത്തിൽ CPM അംഗീകരിച്ചിരിക്കുകയാണ്. PV അൻവറിനെതിരെ പിണറായി വിജയൻ ഒരു ആരോപണം ഉന്നയിച്ചു, കോൺഗ്രസ്സുകാരനാണത്. അപ്പോൾ PV അൻവർ അദ്ദേഹത്തെ ഉപമിച്ചിരിക്കുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനോടാ. നിങ്ങൾക്ക് ഇതിലപ്പുറം ഒരു ഗതികേടുണ്ടോ ശ്രീ CPM? ഇതിലപ്പുറം ഒരു ഗതികേടുണ്ടോ?